നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കുന്നതിൽ വലിയ വിജയം കണ്ടതിനാൽ വളപട്ടണം പാപ്പിനിശ്ശേരി റൂട്ടിൽ ജനുവരി 3 മുതൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാൻ തീരുമാനിച്ചതായി കെ.വി. സുമേഷ് എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്ക് അഴിക്കുന്നതിൽ വലിയ വിജയം കണ്ടതിനാൽ വളപട്ടണം പാപ്പിനിശ്ശേരി റൂട്ടിൽ ജനുവരി 3 മുതൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാൻ തീരുമാനം. ഐ.വി. സുമേഷ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല യോഗവും പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗവും ഇക്കാര്യം അംഗീകരിച്ചതായി എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളക്ടറേറ്റിലെ യോഗത്തിൽ എം.എൽ.എ, ADM, അതോടൊപ്പം RTO, പിന്നെ പോലീസ് എന്നിവർ പങ്കെടുത്തു. അവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചത്. അപ്പോൾ അവിടെ എടുത്ത തീരുമാനം, ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു പോയിന്റായിട്ടാണ് നമ്മൾ ഈ പോയിന്റിനെ പോലീസും RTOയും ജില്ലാ ഭരണകൂടമൊക്കെ കാണുന്നത്. ഇത് ഇപ്പോഴുള്ള എല്ലാ വർഷങ്ങളായി തുടരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വാഹനങ്ങളുടെ പെരുപ്പം, നമ്മുടെ റോഡിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ കാര്യത്തിലുണ്ട്. അപ്പം അങ്ങനെ ഒരു അസഹനീയമായ പ്രശ്നമായി ഇത് വന്നു. എല്ലാവർക്കും അറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരും നമ്മുടെ ആദ്യം RTO എല്ലാവരും അറിയാലല്ലോ. RTO കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. CI ഉണ്ട്, പിന്നെ അവിടുത്തെ SI ഉണ്ട്. ഇതൊരു വലിയ പ്രശ്നമായി വന്നു. കാരണം കഴിഞ്ഞ ഒരു മാസത്തോടെ പീക്ക് ഇതിലേക്ക് പോയി. ഏതാണ്ട് 3.25 മണിക്കൂർ ഒരു ദിവസം വരെ ബ്ലോക്ക് വളപട്ടണം പാലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായി. ഇത് പ്രകാരം പാപ്പിനിശ്ശേരി കോട്ടൺസ് റോഡ് 1 വേ ആയി തുടരും. കണ്ണൂർ ഭാഗത്തു നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ള പരിഷ്കാരത്തിലൂടെ വളപട്ടണം പാലത്തിലെ ഗതാഗത കുരുക്ക് ഇല്ലാതായി. കണ്ണൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നിലവിലുള്ളതുപോലെ KSTP റോഡ് വഴി തന്നെയാണ് പോകുന്നത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലൂടെ നേരെ 1 വേ ആയി കണ്ണൂരിലേക്ക് പോകുന്നതിനാൽ ഈ ഭാഗത്തും തിരക്കൊഴിഞ്ഞു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.